ഇത് അധികാരം ഉറപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ പോകാതിരിക്കാനുള്ള ശ്രമമല്ല കേട്ടോ. ഇത് 2/3 ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഭരണഘടനാ ഭേദഗതിക്ക് പൂർണ്ണ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയാണ്, ഏത് രീതിയിലും ഭരണം കൈയാളുന്നതിന് വേണ്ടി. ശരി ഷാബു. നോക്കൂ മഞ്ജുഷേ, നമ്മുടെ ഈ BJP അല്ലെങ്കിൽ NDA ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേവലം 5 വർഷം അധികാരത്തിൽ ഇരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. ഈ അധികാരം ഉപയോഗിച്ച്, ഈ ജനഹിതം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് BJPയുടെയും അല്ലെങ്കിൽ NDAയുടെയും പ്രഖ്യാപിതമായ ചില നയങ്ങളുണ്ട്, അത് നടപ്പാക്കുക എന്ന ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ തീർച്ചയായും രാഷ്ട്രീയമായും അല്ലാതെയും അവർ ആലോചിക്കും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അല്ലാതെ കേവലം 5 വർഷം അവിടെ എങ്ങനെങ്കിലും അവിടെ ഇരിക്കുക, പരമാവധി രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, പോവുക, വീണ്ടും ജനങ്ങളെ പറ്റിച്ച് തിരിച്ചു വരിക, ഇങ്ങനെയുള്ള കലാപരിപാടിയല്ല ഇവിടെ NDA ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ കയറിയിരിക്കുന്നത് ഭരിക്കാനാണ്, ചില നയങ്ങൾ നടപ്പാക്കാനാണത്. ആ നടപ്പാക്കാനുള്ള മാർഗങ്ങൾ അവർ ആലോചിക്കുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊന്ന്, സിവിസത്തിന് ഇവിടെ കിടന്ന് ഈ ആത്മരോഷം കൊള്ളുന്നത് കേട്ടപ്പം ഈ ഏർപ്പാടൊക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുമല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഞ്ജുഷേ, ഈ ഇദ്ദേഹം ഇവിടെ പറയുന്നു BJP അവിടെ പോയി കോടികൾ ഇറക്കി വിലയ്ക്ക് വാങ്ങുന്നു, പാർട്ടികളെ പിളർത്തുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഇത് ഈ കോടാലിയും കൊണ്ടിറങ്ങി വിറക് കീറുന്ന മാതിരിയാണ് പാർട്ടിയെ പിളർത്തുന്നത്. ആ പാർട്ടി വിചാരിക്കാതെ അതിനെ വളർത്താൻ പറ്റില്ലെന്നേ. അതേപോലെ ഈ പറഞ്ഞ പ്രതിപക്ഷ MPമാരെല്ലാം ഫോർ സെയിൽ ടാഗും തൂക്കി നടക്കുകയാണോ? ഇവിടെ OLX വിൽക്കാൻ വെച്ചേക്കുകയാണോ ഇവരെ സ്വയം? അങ്ങനെ സ്വയം വിൽക്കാൻ വെച്ചേക്കുന്നവരെ വാങ്ങാൻ ആളുണ്ടാവുമപ്പാ. ആ പാർട്ടിയുടെയും ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ സാധനങ്ങളുടെയും വാല്യൂവും അവരുടെ മൂല്യബോധങ്ങളും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധവും ഇത്രക്കേ ഉള്ളൂ എങ്കിൽ തീർച്ചയായും BJP അത് മുതലെടുക്കുക തന്നെ ചെയ്യും. അതായത് അവരെ വൈറ്റ് വാഷ് ചെയ്യുമെന്ന് പറയുന്നില്ല. അതല്ല, ഇതിവിടെ BJP ചെയ്യുമ്പോൾ മാത്രമാണോ ഇത് ഇത്ര വലിയ കുതിരക്കച്ചവടവും ജനാധിപത്യ ധ്വംസനവും ഒക്കെ മാത്രമായി മാറുന്നത്? ആര് ചെയ്താലും അത് എതിർക്കപ്പെടേണ്ടതാണല്ലോ. നിൽക്കൂ, ഇതൊന്നും അല്ല. അത് ഞാൻ പറഞ്ഞേ, ഇവിടെ കർണാടകയില്, മഹാരാഷ്ട്രയില് കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പില് സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യത്തിൽ BJP ശിവസേന സഖ്യം, NDA സഖ്യം അവിടെ വലിയ ഭൂരിപക്ഷം നേടി. BJPയുടെ പകുതി മാത്രം സീറ്റുള്ള ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇപ്പുറത്തോട്ട് ചാടിച്ച് അവിടെ ജനഹിതം അട്ടിമറിച്ചുകൊണ്ടല്ലേ മഹാരാഷ്ട്രയിൽ അന്ന് ഇവർ അധികാരത്തിൽ വന്നത്. അപ്പോഴത് ജനാധിപത്യ സംരക്ഷണമായി, ഫാസിസ്റ്റ് വിരുദ്ധതയായി, വർഗീയ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ അല്ല ഞാൻ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ കോമൺ സെൻസ് ഉപയോഗിച്ചും സാമാന്യ തലയ്ക്ക് വെളിവുള്ളവരുടെ കമ്പാരിസൺ നടത്തുന്നത്. അല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതി കമ്പയർ ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. അല്ലല്ല, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പാടെ മറുപക്ഷം പാടുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടി പിളർത്തി ഇപ്പുറം കൊണ്ടുവന്നത് എന്ത് തരത്തിലാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? എല്ലാം ചെയ്യും. അതെന്തിനു കമ്പയർ ചെയ്യണം? അങ്ങനെ സൗകര്യപൂർവ്വം കമ്പയർ ചെയ്യാനാണെങ്കിൽ പിന്നെന്ത്? നിങ്ങൾക്ക് അങ്ങനെ ശരിയായ കമ്പാരിസൺ അല്ലല്ലോ സാറേ. ശരിയായ കമ്പാരിസൺ അല്ലല്ലോ സാറേ. നിങ്ങൾക്ക് ഷാബു, അത് ഒരു പാർട്ടി മുഴുവനായിട്ട് പോകുന്നു, ഒരു പാർട്ടി മുഴുവനായിട്ട് പോകുന്നതിനെയും പാർട്ടിയെ 2/3 പിളർത്തുന്നതിനെയും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ കേട്ടോ. ഇനി പറയാം. 1996 ഗുജറാത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിരുന്ന BJP സർക്കാരിനെ അന്നത്തെ ഇവിടെ ദേവഗൌഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിരുന്ന സർക്കാർ എങ്ങനെയാണ് അട്ടിമറിച്ചത്? BJPയെ പിളർത്തിക്കൊണ്ടാണത്. BJPയെ പിളർത്തി മറ്റേ ശങ്കർ സിംഗ് വഘേലയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പിനെ ചാടിച്ച് BJPയെ പിളർത്തി അവസാനം അവിടെ അസംബ്ലിയിൽ അടിയും ബഹളവുമായി ഗുജറാത്ത് സർക്കാരിനെ പിരിച്ചുവിട്ട് പിന്നീട് പിൻവാതിലിൽ കൂടെ ശങ്കർ സിംഗ് വഘേലയെ അധികാരത്തിൽ കൊണ്ടുവന്നൊരു ചരിത്രമുണ്ട്. ഇവിടെ ഈ നാട്ടിൽ ഏത് കാലത്തും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിപ്പോ BJP ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ജനാധിപത്യ ധ്വംസനമായി അടിയറവക്കൽ ഇതൊക്കെ ഇവിടെ നടക്കും. ഇവരെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കഴുത്തൊക്കെ ഫോർ സെയിൽ ടാഗും തൂക്കിയിട്ടുണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല്. ഇതിന്റെ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരും,
അതെ 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ വനിതാ സംവരണ ബിൽ, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മണ്ഡല പുനർക്രമീകരണം അതുകൂടി വരുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് അധികാരം ഉറപ്പിക്കാം എന്നുള്ള തന്ത്രപരമായ നീക്കം അല്ലേ? അല്ല, അങ്ങനെ എന്തും ചെയ്യും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPക്ക് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് എങ്ങനെയാ പറയുക? ഇവിടെ എല്ലാ പാർട്ടികളും മത്സരിക്കുന്നില്ലെന്ന്, അവർക്ക് ജനങ്ങളെ സമീപിച്ചുകൂടെ? അവർക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യും. ഇതിനൊന്നും അവരെ കൊണ്ട് കൊള്ളൂല്ലാത്തതിന് BJP എന്ത് വീഴ്ചപ്പാ? ഇവിടെ ഒരു കൃത്യമായ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ട്. എല്ലാവർക്കും ജനങ്ങളെ സമീപിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരെ കൺവിൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അധികാരത്തിൽ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന അവരെ കൊണ്ട് ഈ പണിക്ക് കൊള്ളൂല്ലാത്തതിന് BJP എന്ത് പഴിച്ചു? BJP അത് നല്ല സുന്ദരമായിട്ട് ചെയ്യുന്നു. യുവമാരെ കൊണ്ട് ഈ കിടന്ന് നെഞ്ചത്തടിച്ച് കരയാനല്ലാതെ വേറൊന്നിനും കൊള്ളില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.